പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കൂടി ഈശോയുടെ വചനം നിങ്ങൾക്ക് ആയി തുറന്നു തരുവാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്നു. അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം ഇന്നലെ നമ്മൾ ശ്രവിച്ചിരുന്നു. ആ വചനം ഒന്നുകൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അതിൻ്റെ പ്രാധാന്യത്തെ, പഴയ നിയമ ഗ്രന്ഥത്തിൽ കർത്താവ് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് ഇന്ന് സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സംഭവിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. അതെങ്ങനെയാണ് കാണുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നുള്ളത്, അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു നിഗൂഢ രഹസ്യമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ മുന്നോടിയായിട്ട് വെളിപാട് ഗ്രന്ഥം 22-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വചനത്തെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ എടുത്ത് നിങ്ങൾക്ക് തരികയാൻ ആഗ്രഹിക്കണം. എല്ലാത്തിനകത്തും അന്തർലീനമായിരിക്കുന്ന വചനം, ദൈവവചനം, ഓരോ വചനത്തിലത്തും ഓരോ നിഗൂഢ സത്യങ്ങൾ, ചില നിഗൂഢ രത്നങ്ങൾ, ചില നിഗൂഢ സ്വർണ്ണങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ പുറത്തെടുക്കുമ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്വർണം എത്രയോ ആഴത്തിൽ നിന്നാണ് കുഴിച്ചെടുത്ത് സംസ്കരിച്ച് അത് സ്വർണ്ണമാക്കുന്നു, പിന്നീട് തങ്കമാകുന്നു. അതിൻ്റെ മൂല്യം എത്രയോ വലിയ മൂല്യമാണ്. സ്വർണത്തെ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാരണം അതിലൊരു മൂല്യമുണ്ട്. എന്നതുപോലെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മൂല്യമുള്ള, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള, ലോകത്തെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും മഹത്വപൂർണ്ണമായ ഒരു നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. ആ നാമത്തെക്കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 24 പറയുകയാണ്, 5-ാമതിൽ, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ നാമം യേശു ക്രിസ്തു. ഭൂമിയിൽ, സ്വർഗത്തിൽ അവിടുത്തെ നാമം പരിശുദ്ധൻ എന്നാണ്. ഭൂമിയിൽ യേശുവിൻ്റെ അവിടുത്തെ നാമം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ ഭൂമിയിലെ നാമം യേശു എന്നാണ്. ആ യേശു എന്ന നാമം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നെറ്റിത്തടത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമമുള്ളവർ, യേശുക്രിസ്തുവിൻ്റെ നാമം നെറ്റിത്തടത്തിൽ ഉള്ളവർ, അവരുടെ ശക്തി, അവരുടെ പ്രവൃത്തി എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാക്കണം. ഇപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം, 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന വചനം, ഇന്ന് 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ഇരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ചെല്ലണം. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പിൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. പ്രിയ സഹോദരരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടക്കുകയാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രിയ സഹോദരങ്ങളെ, പിതാവായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുകയും ഇസ്രായേൽ ജനം വളരെ ശക്തി ആർജിച്ച് അവന് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് സീനായി തേനും പാലും കനാൻ ദേശത്തേക്ക് വന്ന് കനാൻ ദേശത്തിൽ സെറ്റിലായി ഇസ്രായേൽ എന്ന രാഷ്ട്രമൊക്കെ രൂപം പ്രാപിച്ച് വന്നു. ഇപ്പോൾ ഇവർക്ക് വലിയ അഹങ്കാരം വന്നു, ആ വലിയ അഹങ്കാരത്തിൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മറന്നുപോവുകയും അത് ബോധപൂർവം ഒഴിവാക്കുകയും അവർ വിജാതീയരുടെ ബാബിലോൺ സംസ്കാരത്തെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ബാബിലോൺ സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ലംഘനമുള്ള സംസ്കാരം. ആ സംസ്കാരത്തെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് എന്തു ചെയ്തു? ഇരുമ്പ് മലകൾ നിരപ്പാക്കുക. അവരുടെ ഇസ്രായേൽക്കാരുടെ അഹങ്കാരത്തിൻ്റെ മല, ആ ഭീമാകാരമായ ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ആ മല പോലെ നിര ആര് വന്ന് ഒടിച്ചു? അതൊരു മല പോലെ നിന്ന സ്ഥലം എന്തായിരുന്നു? ഇസ്രായേൽക്കാരൻ. അത് ബാബിലോൺ സംസ്കാരം. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെതിരെ വരികയും നെബൂസർദാൻ എന്ന സൈന്യാധിപൻ, അത് യെരമ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞു, യെരമ്യായുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വന്ന് ജെറുസലേം ദേവാലയം AD 70-80 കാലഘട്ടങ്ങളിൽ അത് ജെറുസലേം ദേവാലയം അടിച്ചു തകർക്കുകയും അങ്ങനെ കല്ലുമേൽ കല്ല് ശേഷിക്കാതെ ജെറുസലേം ദേവാലയം ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വചനം എന്താണ്? നിന്റെ മല പോലെയുള്ള ആ ഉയർന്ന അഹങ്കാരം അത് ഞാൻ തകർക്കുമെന്ന് കർത്താവ്. മലകൾ നിരപ്പാക്കുകയും
എന്ന് പറഞ്ഞാൽ അത് ഇനി ആ വചനത്തെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിപരമായിട്ട് നമ്മളും ചിന്തിക്കണം, അത് കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കണം, സഭാപരമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഇടവകപരമായിട്ട് ചിന്തിക്കണം, രൂപതാപരമായിട്ട് ചിന്തിക്കണം, സഭാപരമായിട്ട് ചിന്തിക്കണം, ആഗോള സഭാപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, ഇന്ന് കാണുന്ന അഹങ്കാരം, മല പോലെ നിൽക്കുന്ന അഹങ്കാരം. അത് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ നിഗൂഢങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രഹിക്കാൻ പറ്റും. അപ്പം ഞാൻ നിനക്കുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. എന്താണ് ഈ പിച്ചളവാതിലുകൾ? പ്രിയപ്പെട്ടവരെ, ഈ വാതിലെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ സംഭവമുണ്ട്. ഈ പിച്ചള കൊണ്ടുള്ള വാതിലെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി അർത്ഥമാക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ പട്ടാളം എന്നാണ്. പട്ടാളം ഏത് രാജ്യം വന്നു കഴിഞ്ഞാലും, ഏത് രാജ്യത്തെ ഭരണാധികാരികൾ വന്നാലും ഈ പിത്തള എന്ന ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ച് കുറേ കാലം കഴിയുമ്പം അത് നശിച്ചു പോകും. എന്നാൽ പിത്തള എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പിത്തള അല്ലെങ്കിൽ ഓടെന്നൊക്കെ പറയുന്ന സാധനം നമുക്കറിയാം, അതിന് പുറത്തൊരു ക്ലാവ് ഉണ്ടാവും, ഒരു കോട്ടിങ് ഉണ്ടാവും, കുറേ ചെളിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്വർണം പോലെ നല്ല ബലത്തോട് കൂടിയിരിക്കും. ആ പിത്തളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര പിത്തള പഴകിയാലും അത് അതിൻ്റെ മൂല്യം കുറയില്ല, അതിൻ്റെ ബലം കൂടുകയുള്ളൂ. അതിൻ്റെ പുറത്തെ ക്ലാവ് കൂടുന്തോറും അതിൻ്റെ ഉള്ളിലത്തെ ബലം കൂടും. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരങ്ങനെയാണ്. അതിൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും ആശയങ്ങളും എല്ലാം മാറിയാലും ഈ പട്ടാളക്കാർക്ക് മാറ്റമില്ല. അതായത് പട്ടാളം ഇച്ചിരി ശക്തി കുറഞ്ഞ് അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഒന്ന് മങ്ങി ഇരിക്കുന്ന സമയത്ത് പുതിയൊരു ഭരണാധികാരി വരുമ്പോൾ അവനെല്ലാം കൂടെ തട്ടിക്കൂട്ടിയെടുത്ത് ഒന്നും കൂടെ മാർച്ച് ചെയ്ത് ഒരു യുദ്ധത്തിൻ്റെ പ്രഖ്യാപനമൊക്കെ നടത്തി ഇവരെ ഒന്ന് ഉസാറാക്കി തട്ടിക്കൂട്ടിയെടുത്ത് വീണ്ടും ശക്തി പ്രാപിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ പിച്ചളവാതിലുകൾ തകർക്കും എന്ന് പറഞ്ഞാൽ നിന്റെ പട്ടാള വ്യൂഹത്തെ ഞാൻ തകർക്കും. അല്ലെങ്കിൽ പിച്ചളവാതിലുകളെ കർത്താവ് എന്താ പറയുക, പിച്ചളവാതിൽ തകർക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിച്ചളവാതിൽ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കും എന്ന് പറയുന്നത് നിന്റെ പട്ടാള ശക്തിയെ ഞാൻ ഇല്ലാതെയാക്കും എന്നർത്ഥം. ഇപ്പം നമ്മൾ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് ആ സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അന്ന് ജെറുസലേമിൻ്റെ ദാവീദിൻ്റെ വംശം സോളമൻ രാജാവും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സൈനിക വ്യൂഹമായിരുന്ന ഇസ്രായേൽക്കാരുടെ പട്ടാള വ്യൂഹം നശിച്ചു പോവുകയും, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ പട്ടാളം എന്ന പിത്തളവാതിലുകളെ ദൈവം തന്നെ തകർത്തു. ഇവരുടെ അഹങ്കാരം കൊണ്ട് എന്തു സംഭവിച്ചു? പ്രമാണങ്ങൾ ലംഘിച്ചപ്പോൾ, സ്വർഗഭവം കൂടിയപ്പോൾ, അവിടെ ദൈവപ്രമാണത്തെ ലംഘിച്ച് വ്യഭിചാരം വർദ്ധിച്ചപ്പോൾ, അഹങ്കാരം വർദ്ധിച്ചപ്പോൾ, അവർ തെറ്റായ വസ്ത്രരീതി സംഘടിപ്പിച്ചപ്പോൾ, തെറ്റായ ആരാധനക്രമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കർത്താവ് അവരുടെ പിച്ചളവാതിലാകുന്ന പട്ടാള വ്യൂഹത്തെ തകർക്കുകയും അവരുടെ അഹങ്കാരത്തെ തകർക്കുകയും ചെയ്തു. അത് കർത്താവ് പറയുന്ന യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലൂടെ പറയാണ്. അത് ലോകം കണ്ടതാണ്. ചരിത്ര സത്യത്തിലേക്ക് അത് വന്നു. ഈ വചനം ചരിത്ര സത്യമായിട്ട് മാറി. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തെ നമ്മൾ ഇന്നത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പിച്ചളവാതിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലബനോൻ്റെ പട്ടാള ശക്തി എന്ത് സംഭവിച്ചു? ലബനോൻ വലിയ അഹങ്കാരമുള്ള സൗന്ദര്യമുള്ള രാഷ്ട്രമാണ്. അതുപോലെ സിറിയ, അതുപോലെ ലബനോന്, യമന് ഒക്കെ ഇന്നത്തെ ഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ അഹങ്കാരമുള്ള, വലിയ സാമ്പത്തിക ശേഷിയുള്ള, വളരെ സൗന്ദര്യമുള്ള രാഷ്ട്രങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലം. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ദൈവമായ കർത്താവ് ഇവർക്കെതിരെ വന്ന ആളുകളെ ദൈവമായ കർത്താവ് മുന്നേ പോയി അവരുടെ അഹങ്കാരത്തെ തകർക്കുകയും അവരുടെ പിച്ചളവാതിലുകളെ തകർക്കുകയും ചെയ്തു. അവരുടെ പട്ടാള വ്യൂഹമൊക്കെ ഇപ്പോൾ ഓടിപ്പോവുകയും, അപ്പം ദൈവം നയിക്കുന്ന പട്ടാള വ്യൂഹമുള്ള, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ, ദൈവാത്മാവ് നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടാളത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അശുദ്ധി നിറഞ്ഞ അല്ലെങ്കിൽ അക്രമം നിറഞ്ഞ ദൈവപ്രമാണം ലംഘിക്കുന്നവരുടെ പട്ടാളത്തെയെല്ലാം കർത്താവ് അവരുടെ അഹങ്കാരത്തെ ആദ്യം തുറക്കും, മല പോലുള്ള അഹങ്കാരം. അതിനുശേഷം അവരുടെ പിച്ചളവാതില പട്ടാള വ്യൂഹത്തെ കർത്താവ് തുറക്കും. കർത്താവ് തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലിൽ ഒട്ടിക്കുകയും ചെയ്യും. എന്താണ് ഇരുമ്പ് ഓടാമ്പൽ? ഇരുമ്പ് ഓടാമ്പലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പുതിയ ഇരുമ്പ് ഓടാമ്പൽ വെക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഗവൺമെൻറ് വരിക, പുതിയ ഭരണ സംവിധാനം വരിക, പുതിയ രാജ്യാധികാരം വരിക, പുതിയ ഭരണ ക്രമീകരണങ്ങൾ വരിക, പുതിയ രാഷ്ട്രം രൂപീകരിക്കുക. ഇതെല്ലാം ഇരുമ്പ് ഓടാമ്പലിൻ്റെ പ്രത്യേകത വെച്ചാൽ 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴത്തേനും അത് ഇരുമ്പ് തുരുമ്പെടുത്ത് പോകുന്ന പോലെ 10 വർഷം അല്ല 5 വർഷം കഴിയുമ്പോൾ ആ ഭരണം മാറി പുതിയ ഭരണം വരും. അപ്പോൾ അങ്ങനെ പുതിയ ഭരണം വന്നു കഴിഞ്ഞാലും അതിന് ഇരുമ്പിൻ്റെ ഓടാമ്പലിൻ്റെ ശക്തിയുണ്ട്. ഇരുമ്പ് ഓടാമ്പലിട്ട് പൂട്ടാനും തുറക്കാനും കഴിയുന്ന ഭരണ സംവിധാനങ്ങൾ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, സോവിയറ്റ് റഷ്യയെ സംബന്ധിച്ചോളം ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ USSR എന്ന് പറയുന്ന വലിയ രാഷ്ട്രമായിരുന്നു. അവിടെ കമ്മ്യൂണിസമായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. അത് വലിയ ഇരുമ്പ് ഓടാമ്പലായിരുന്നു. എന്നാൽ അത് കുറേ കാലം കഴിയുമ്പോൾ അത് തകർക്കപ്പെടുകയും ആ ഇരുമ്പ് ഓടാമ്പൽ ഒടിച്ചുകൊണ്ട് അതെല്ലാം ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായിട്ട് മാറുകയും എല്ലാം ചെയ്തു.
അപ്പോൾ അവരുടെ ഇരുമ്പോടാമലിനെ ഓടിച്ചതാരായിരുന്നു? ദൈവമായ കർത്താവിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന അമേരിക്കൻ സാമ്രാജ്യമായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യം ഇത്തരം ഇരുമ്പോടാമൽ ഓടിച്ചു. അപ്പോൾ അവരുടെ അഹങ്കാരം, മല പോലെ നിന്ന അഹങ്കാരം തകർക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവമായ കർത്താവ് ഇത് എന്നോട് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ട നമ്മളൊരു സത്യം മനസ്സിലാക്കി, എന്നിൽ ഇരുമ്പ് ഓടാമ്പലും എന്നിൽ പിച്ചള വാതിലും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനാകുന്ന അഹങ്കാരം, ഞാനാകുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഹങ്കാരം, എൻ്റെ സൗന്ദര്യത്തിൻ്റെ അഹങ്കാരം, എൻ്റെ അറിവിൻ്റെ അഹങ്കാരം, അതെല്ലാം മല പോലെ നിന്നാൽ, മല പോലുള്ള എൻ്റെ അഹങ്കാരത്തെ കർത്താവ് എന്തു ചെയ്യും? ദൈവമായ കർത്താവ് അത് ഇരുമ്പോടാമ്പൽ കൊണ്ട് പൂട്ടപ്പെട്ട ചില ആശയങ്ങൾ കൊണ്ട് പൂട്ടപ്പെട്ട, ഞാൻ ചിലപ്പോൾ ഒരു ജനാധിപത്യ വിശ്വസിക്കുന്ന, രാജ്യഭരണത്തെ വിശ്വസിക്കുന്നതായിരിക്കാം, ചില തത്വശാസ്ത്രങ്ങളുടെ ഇരുമ്പോടാമ്പലിട്ട് പൂട്ടിയിട്ടുണ്ടാവും എൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിൻ്റെ കൊടിക്കോറിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കും ഞാൻ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ആദ്യം ഞാൻ നിൻ്റെ പിച്ചള വാതിലുകളെയും നിൻ്റെ ഇരുമ്പോടാമ്പലുകളെയും ഞാൻ ഒട്ടിക്കും, തകർക്കും എന്ന് പറയാം. അതിൽ നിന്ന് ലോകത്ത് നമ്മൾ കാണുക. ഇനി അത് നമ്മുടെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നാൽ, കുടുംബത്തിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയുമാകുന്ന ദൈവിക നീതി അല്ല അഹങ്കാരത്തിൻ്റെ ഇതാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഇരുമ്പോടാമ്പൽ ഓടിക്കുന്ന എവിടെയാണ്? ഇപ്പം നമുക്കറിയാം, കാനഡയിൽ ജോലിയുള്ള ഒരു കൊച്ച്, അല്ലെങ്കിൽ അമേരിക്കയിൽ എൻ്റെ 2 മക്കളുണ്ട്, ഞാൻ വലിയൊരു കാറും വലിയൊരു വീടും ഒക്കെ പണിതുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ വലിയ പിച്ചള വാതിൽ പോലെയാണ്, എൻ്റെ ഗേറ്റൊക്കെ വലിയ ഇരുമ്പിൻ്റെ ഓടാമ്പലൊക്കെ ഇട്ട് ഓടി, പിന്നെ വലിയ ഗേറ്റൊക്കെ പണിത് വലിയ അഹങ്കാരത്തിൻ്റെ മല പോലെ ഞാൻ നിൽക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? മകനോ മകളോ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് ഇത്തരം ഇരുമ്പ് ഓടാമ്പലുകളെ ഒട്ടിക്കുകയും അവൻ്റെ അഹങ്കാരത്തിൻ്റെ പിച്ചള വാതിലുകൾ തകർക്കുകയും ചെയ്യും. അത് കുടുംബത്തിൽ. ഇനി സഭാതലത്തിലെടുത്താലോ? നമുക്ക് സഭാതലത്തിലെടുത്താം. നമുക്കറിയാം, RC റോമൻ കാത്തലിക് സഭ എന്ന് പറയുന്നത് കേരള സഭ വളരെ ശക്തമായൊരു സഭയായിരുന്നു. വളരെ ശക്തമായ സഭ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുകയും, പട്ടാലച്ചനൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, നായിക്കമ്മനച്ചനൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, സുവിശേഷങ്ങൾ കൊടുക്കുന്നു, കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നു, വലിയ സംഭവമായിരുന്നു. അപ്പം ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണമുള്ളൊരു കോട്ടയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് എന്താ, RC സഭയുടെ മല പോലുള്ള അഹങ്കാരം, മല പോലെ കർത്താവ് എന്താ പറയുന്നത്? മലകൾ നിരപ്പാക്കും എന്ന് കർത്താവ് പറയുക. അപ്പം മല പോലെ നിൽക്കുന്ന നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഈ സംഭവത്തെ കർത്താവ് എന്ത് ചെയ്തു? അടിച്ചു തകർത്തു. ഇപ്പോൾ സഭ ഭിന്നിക്കുമ്പോൾ നാണക്കേട്, ലജ്ജാകരം, ജ്ഞാനവും അറിവും ബുദ്ധിയും ബോധമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം തള്ളിയിടുകയും കുർബാനകൾ നശിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കർത്താവ് എന്തു ചെയ്യുന്നു? ഈ പിച്ചള വാതിലുകളെ അടിച്ചു തകർന്നു. നിൻ്റെ അഹങ്കാരത്തെ കർത്താവ് അടിച്ചു തകർക്കും. നിൻ്റെ കോട്ട, നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് ആർച്ച് ബിഷപ്പിൻ്റെ ഗേറ്റ് കുറേ ആളുകൾ കയറ് കെട്ടി വലിച്ച് ഇരുമ്പോടാമ്പൽ ഒട്ടിച്ചു തകർന്നു. ഇരുമ്പോടാമ്പൽ ഒട്ടിക്കുന്ന കർത്താവ് പറഞ്ഞാൽ ഒടിക്കുക തന്നെ ചെയ്യും. അതാ വചനം അപ്പാടെ ഭൂമിയിൽ സംഭവിക്കുന്നത്. നമ്മൾ കണ്ട് പഠിക്കണം പ്രിയ സഹോദരൻ. ദൈവവചനം, ജീവനുള്ള വചനം, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹിക്കണം. വെറുതെ നമ്മൾ ചില ചിത്രങ്ങൾ കണ്ടു, ചില വാർത്തകൾ കണ്ടു ഒന്നും നമ്മൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം കത്തോലിക്ക സഭയുടെ അഹങ്കാരം ചെറുതായിരുന്നില്ല. ഫൊറോന പള്ളി ബസിലിക്ക പള്ളിയായിട്ട് മാറ്റുന്നു. ഇന്നത്തെ സ്ത്രീകളുടെ വസ്ത്ര സംവിധാനങ്ങൾ, ഇന്നത്തെ വീടുകൾ, 1 കോടി, 1.5 കോടി, 2 കോടിയുടെ വീടുകൾ, കാറുകൾ, 30 ലക്ഷം, 40 ലക്ഷം, 60 ലക്ഷം രൂപയുടെ കാറുകൾ, വസ്ത്രധാരണങ്ങൾ, വിവാഹത്തിൻ്റെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. വിവാഹത്തിന് നിൽക്കുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ വിചാരം ചെയ്തു അത്രമാത്രം അശുദ്ധമായ വസ്ത്രധാരണമുള്ള, അശുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, ദൈവനീതിയെ, ദൈവപ്രമാണകത്തെ ലംഘിക്കുന്ന, അതിന് സപ്പോർട്ടടിക്കുന്ന സഭാതലവും കൂടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ് പറഞ്ഞത്? കർത്താവ് പറയുകയാണ്, നിൻ്റെ ഇരുമ്പ് ഓടാമ്പലുകൾ ഞാൻ ഒടിക്കും, ഇതാ ഗേറ്റുകൾ വലിച്ചു പൊളിക്കുന്നു ഞാൻ, നിൻ്റെ അഹങ്കാരമാകുന്ന മലയെ ഞാൻ നിരപ്പാക്കും, നിന്നെ ഞാൻ ലജ്ജയ്ക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ സഹോദരൻ, വിവാഹ ജീവിതം തകരുന്നു, വൈദിക ജീവിതം തകരുന്നു, കുടുംബജീവിതം തകരുന്നു, വിശ്വാസ ജീവിതം തകരുന്നു, കൂദാശകൾ നിന്നു പോകുന്നു, ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു, കുർബാനകളില്ല, അഹങ്കാരം കൊണ്ട് മല പോലെ, പർവ്വതം പോലെ കത്തോലിക്ക സഭയുടെ 0 ആകുന്നു. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ദൈവവചനം എന്താണ് പറയുന്നത്, തിരുവചനം എന്താണ് പറയുന്നത് നമ്മൾ പഠിക്കണം. അവിടെ പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സഭാതലത്തിലെടുത്താൽ വ്യക്തി ജീവിതത്തിൽ ഞാൻ അഹങ്കരിച്ചാൽ, ഞാൻ മല പോലെ ഞാനാണ് ഏറ്റവും വലിയ വചനപോഷകൻ, ഏറ്റവും വലിയ ശുശ്രൂഷകൻ ഞാനാണ്, കേരളത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ പുള്ളി ഞാനാണെന്ന് വെച്ച് അഹങ്കരിച്ചാൽ എൻ്റെ അഹങ്കാരത്തെ ദൈവം ഇട്ട് തട്ടിച്ച് തകർത്ത് കളയും. ചിലപ്പോൾ എന്നെക്കാൾ ജ്ഞാനമുള്ളവരുത്തനെ എനിക്ക് മുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വചനത്തെ നിഷേധിച്ച് പറയാൻ കഴിവുള്ളവരുത്തനെ ദൈവം ഒരുക്കി വെക്കും, അല്ലെങ്കിൽ എനിക്ക് ദുർമരണം മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ഞാൻ രോഗിയായിട്ട് മാറും. അങ്ങനെ കർത്താവിനെ അടിച്ച് ഒടുക്കണമെങ്കിൽ
കർത്താവ് അഴിച്ചു തരും. പക്ഷേ ഞാൻ നീതിമാനാണെങ്കിൽ കർത്താവ് നീതിയോടെ വചനം പ്രഘോഷിച്ചാൽ, നീതിയോടെ, സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ ദൈവവചനം പങ്കുവച്ച് ജനത്തെ ഒരുക്കിയാൽ, സമൂഹത്തെ പഠിപ്പിച്ചാൽ, കർത്താവ് മല പോലെ എന്നിൽ തന്നെ വസിക്കും. ഞാനൊരു നീതിയുടെ മല, നീതിയുടെ ഉയർന്ന പീഠം അത് ആക്കി മാറ്റരുത്. ഞാനാകുന്ന പിച്ചളയെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല. കാരണം പിച്ചള പോലെ ഞാൻ ശക്തനായിരിക്കും. ഇരുമ്പോടാമ്പലുകൾ എൻ്റെ ഇരുമ്പോടാമ്പൽ കർത്താവ് ഓടിക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ ആത്മാവിന് അശുദ്ധിയുടെ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വരാതെ എൻ്റെ ആത്മാവിൽ ഇരുമ്പോടാമ്പലിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പൂട്ടിയതായിട്ടിരിക്കും. ഒരശുദ്ധിക്കും എൻ്റെ ഹൃദയത്തിൽ കടന്നു വരാം, ഒരു ഇടവയ്ക്കും. ഞാൻ വിശുദ്ധിയോടെ നിൽക്കുന്ന ഇടവക, വിശുദ്ധിയോടെ നിൽക്കുന്ന രൂപതകൾ, വിശുദ്ധിയോടെ നിൽക്കുന്ന സഭാവിഭാഗങ്ങൾ നമുക്കുണ്ടോ? ഏത് സഭയാണ് ഇന്ന്? പെന്തക്കോസ്ത് സഭയെ എടുത്താൽ അവിടെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അനീതികൾ. മലങ്കര എടുത്താൽ, ഓർത്തഡോക്സ് എടുത്താൽ, RC എടുത്താൽ, CMI എടുത്ത്, എവിടെ എടുത്താലും എല്ലാ ഇരുമ്പോടാമ്പലുകളും കർത്താവ് ഒട്ടിച്ചു, എല്ലാ മലകളും കർത്താവ് നിരപ്പാക്കി, എല്ലാ പിച്ചളവാതിലും കർത്താവ് തകർത്തു. കണ്ണുകൊണ്ട് കാണുകയാണ് നമ്മൾ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, നിന്നെ ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അത് എങ്ങനെ? എൻ്റെ പേര് വ്യക്തിപരമായിട്ട് ഒരിക്കലും 2016 കാലഘട്ടങ്ങളിൽ ജോസെ എന്ന പേര് യേശു വിളിക്കുന്ന രാത്രി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തവനാണ്. അങ്ങനെയാണ് എനിക്ക് സന്ദേശങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. 2016 വളരെ ശക്തമായി ജോസെ എന്ന് പേര് ചൊല്ലി വിളിച്ച കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് അന്നു മുതലാണ് എനിക്ക് വചനത്തിനെ ഇത്രമാത്രം ആഴങ്ങളെ ദൈവം വെളിപ്പെടുത്തി തന്നതും സന്ദേശങ്ങൾ കിട്ടാൻ തുടങ്ങിയതൊക്കെ. അതവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവായ ദൈവം, ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണ് എന്ന് നീ അറിയേണ്ടതിന്. അപ്പം നിന്നെ വിളിച്ചത്, നിന്നെ ഈ രഹസ്യങ്ങൾ പറഞ്ഞു തന്നത്, നിന്നെ വചനപോഷനാക്കി മാറ്റിയത്, രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നത്, നിന്റെ അഹങ്കാരത്തെ തകർത്ത് വിശുദ്ധി കൊണ്ട് നിറച്ചത്, നിന്റെ അജ്ഞതയെ മാറ്റി ജ്ഞാനത്തെ നിറച്ചത് ഞാനാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നീ അറിയേണ്ടതിന് എന്ത് ചെയ്യും? കർത്താവ് പറയാണ്, നീ അറിയേണ്ടതിന്, കർത്താവ് ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അന്ധകാരത്തിലെ നിധി. പ്രിയപ്പെട്ടവരെ, അന്ധകാരം എന്ന് പറഞ്ഞാൽ, ശരിക്കും അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ അന്ധകാരം എന്ന് പറയുന്നത് രാത്രിയല്ല അന്ധകാരം. അത് നമ്മൾ മനസ്സിലാക്കണം. രാത്രിയിലെ അന്ധകാരം 12 മണിക്കൂറേ ഉള്ളൂ. അത് അന്ധകാരമല്ല, അത് ഇരുട്ടെന്നാണ് പറയുക. ഇരുട്ട്, വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ടുന്നത്. എന്നാൽ ഇരുട്ടിന് പ്രത്യേകത, ഇരുട്ടിൽ ചില വെളിച്ചങ്ങളുണ്ട്. അപ്പോൾ നിലാവിൻ്റെ വെളിച്ചമുണ്ടാവാം, നക്ഷത്രങ്ങളുടെ വെളിച്ചമുണ്ടാവാം. പിന്നെ എത്ര നല്ല ഇരുട്ടാണെങ്കിലും ഒരു ആകാശം തെളിഞ്ഞതാണെങ്കിൽ ആ ആകാശത്തിൽ നിന്നൊരു ചെറിയ വെളിച്ചം നമ്മുടെ റോഡുകളിൽ ഉണ്ടാവും. നമുക്ക് എത്ര ഇരുട്ടത്ത് നടന്നു പോകാം. പണ്ടത്തെ കാലത്തൊക്കെ ഇരുട്ടത്ത് അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അത് ഇരുട്ടെന്ന് പറയാം, അന്ധകാരം എന്നല്ല പറയുക. അന്ധകാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, യേശുവിനെ തള്ളിപ്പറഞ്ഞ അവസ്ഥ, വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ, ദൈവസ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥ, ക്രിസ്തുവിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ അവസ്ഥ, യേശുവിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ, യേശുവിൻ്റെ വിശുദ്ധിയെ, വിശുദ്ധ കുർബാനയെ, സഭയെ, വിശ്വാസത്തെ തകർത്ത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് അന്ധകാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ അന്ധകാരം കയറിക്കൂടി. ജ്ഞാനികൾ അവകാശപ്പെട്ടുണ്ടവർ ഭോഷന്മാരായി തീർന്നെന്ന് കൊരിന്ത്യസ്കാരുടെ ലേഖനത്തിൽ എഴുതി വെച്ചെങ്കിൽ ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞ വചനം ഇന്ന് നിറവേറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കണം. ഇസ്രായേൽ ദൈവമായ കർത്താവ് അന്ധകാരത്തിലെന്തി. എന്നാൽ ഈ അന്ധകാരങ്ങളിൽ ഈ സഭ തകർന്നാലും, ജനം വിശ്വാസം ഉപേക്ഷിച്ചാലും, എന്തെല്ലാം ഇരുമ്പോടകൾ ഒടിഞ്ഞാലും, എന്തെല്ലാം പിച്ചളവാതിൽ കർത്താവ് തകർത്താലും, ഈ അന്ധകാരത്തിൽ ഈ ദൈവസ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, വിശ്വാസം നഷ്ടപ്പെട്ടിൽ, അവിടെ ചില വ്യക്തികൾ തിരിച്ചറിയുന്ന ഒരു നാമമുണ്ട്. ആ ഇസ്രായേലിൻ്റെ ദൈവം ഞാനാണ് നീ അറിയേണ്ടത്. അന്ധകാരത്തിലെ നിധിയായിട്ട് നിനക്ക് യേശു ക്രിസ്തുവിനെ നിന്റെ നെറ്റിയിൽ സ്ഥാപിക്കുക. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം ഞാൻ ആദ്യമേ പറഞ്ഞ വചനമുണ്ട്. ഏതാണ് ആദ്യം പറഞ്ഞ വചനം പ്രിയപ്പെട്ടവരെ? വെളിപാട് 22:5. അവിടുത്തെ നാമം നിന്റെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. യേശു ക്രിസ്തു എന്ന നാമം നെറ്റിത്തടത്തിലുണ്ടാവണം. പരിശുദ്ധമ്മയുടെ നാമം ഉണ്ടായിട്ട് കാര്യമില്ല, യേശു പിതാവിൻ്റെ നാമം ഉണ്ടായിട്ട് കാര്യമില്ല, സെബസ്ത്യാനോസിൻ്റെ നാമം ഉണ്ടായിട്ട് കാര്യമില്ല, ഗീവ്രൂസിയൻ്റെ നാമം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. കാരണം അവിടുത്തെ നാമം, യേശുവിൻ്റെ നാമം, സ്വർഗത്തിലെ അപ്പൻ്റെ നാമം, ഭൂമിയിൽ യേശു എന്ന നാമമാണ്, യേശു ക്രിസ്തു എന്ന നാമം. ഉദാഹരണം നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ 3ാമത്തെ പരീക്ഷയ്ക്ക് യേശുവിനെ മലയിലേക്ക്, ദേവാലയത്തിന് ഗിരിശൃംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചാടാൻ പറഞ്ഞു. യേശുവിനെ ചാടി, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
ഇനി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന നാമം നമ്മൾ ചൊല്ലുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അവിടെ നമ്മൾ അങ്ങയുടെ നാമം, പിതാവായ ദൈവത്തിൻ്റെ ഭൂമിയിലെ നാമം യേശു, യേശുവിൻ്റെ നാമം പൂജിതമാകണമേ. നമ്മളിവിടെ എത്ര നാമം പൂജിക്കുന്നുണ്ട്? പരിശുദ്ധയുടെ നാമത്തിൽ പള്ളി, പിതാവിൻ്റെ നാമത്തിൽ പള്ളി, ഗീർവസിയാണ്ട് വെള്ളിയാഴ്ച നാമത്തെ പള്ളി, അങ്ങനെ പള്ളി, ഇങ്ങനെ പള്ളി, എന്തെല്ലാം പള്ളികൾ, എന്തെല്ലാം ആരാധന നടക്കുന്നത്. അവിടേക്ക് എന്തൊക്കെ ആരാധന നടക്കുന്നത്? യേശു പിതാവിൻ്റെ നൊവേന, മാതാവിൻ്റെ നൊവേന, മാതാവിൻ്റെ ജപമാല, അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് 100 കണക്കിന് ആരാധന. സ്വർഗസ്നായ പിതാവ്, പിതാവായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ നാമമായ യേശുവിൻ്റെ നാമം, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പഠിപ്പിക്കും. ഇവിടെയല്ല നമ്മുടെ ഇതെല്ലാം അഹങ്കാരം, ആവശ്യമില്ലാത്ത അഹങ്കാരം സഭ കോരി വാരി തലയിൽ വെച്ച് കഴിയുമ്പോൾ കർത്താവ്, നിൻ്റെ അഹങ്കാരം, നിൻ്റെ അജ്ഞത ഞാൻ ഇട്ടിച്ചു തകർക്കും. നിൻ്റെ ഇരുമ്പോടാമ്പലുകളും നിൻ്റെ പിച്ചള വാതിലുകളും ഇട്ടിച്ച് തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സഭയെ അട്ടിച്ച് തകർക്കുന്ന ഭാഗം കാണുന്നത്. അതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ടവർ, എന്നിലെ വിശ്വാസത്തിന് ഓടാമ്പലുകൾ, വിശ്വാസത്തിന് പിച്ചള വാതിൽ കർത്താവ് തകർത്തു. ഞാൻ അവിശ്വാസിയായിട്ട് മാറി. എത്രയോ പേര് വിളിച്ച് പറയുന്നു, എന്തിന് ധ്യാനം കൂടണം, എന്തിന് കുർബാന കൂടണം, എന്തിന് ദൈവത്തെ സ്നേഹിക്കണം, എന്താ കാണുന്നില്ല ഇവിടുത്തെ, നിങ്ങൾ കാണുന്നില്ല, എറണാകുളത്തേക്ക് നോക്കത്തൊക്കെ പറഞ്ഞ് ചിലർ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, സഹോദര, അത് നോക്കണ്ട. ക്രിസ്തു എന്ത് പഴിച്ചു? യേശുവിൽ ഒന്നും പഴിച്ചില്ല. യേശുവിലേക്ക് നോക്ക്, സഭയിലേക്ക് നോക്കണ്ട, വൈദികരിലേക്ക് നോക്കരുത്, മെത്രാമാരിലേക്ക് നോക്കരുത്. മെത്രാമാരിലേക്കും വൈദികരിലേക്കും കന്യാസ്ത്രീകളിലേക്കൊക്കെ നോക്കി നമ്മുടെ വിശ്വാസം ഉണ്ടാകില്ല, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അവിടെ സഭയിലേക്ക് നോക്കരുത്, ക്രിസ്തുവിലേക്ക് നോക്കാൻ പറഞ്ഞ്. അതിൻ്റെ മറുപടി അതാണ് സഹോദര. ഞാൻ പലരോട് പറയുന്നത്, സഹോദര, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക, വചനത്തിൽ ആഴപ്പെടുക, ആവശ്യമുള്ള കുദാശ മാത്രം സ്വീകരിച്ച് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ബാക്കി ഒരുത്തിലേക്കും പോയേക്കരുത്. കാരണം അവൻ്റെ നെറ്റിത്തടത്തിൽ അവിടുത്തെ നാമമുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഇരുമ്പോടാമ്പലുകളും പിച്ചള വാതിലും അടിച്ച് തകർക്കുമെന്ന് കർത്താവ് പറയും. അത് കാണുന്നു, കണ്ണോട്ട് കാണണം പ്രിയ സഹോദരൻ. ദൈവവചനം എങ്ങനെയാണ് നിറവേറുന്നത്, ദൈവവചനം എങ്ങനെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് പഠിക്കണം, അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നീ അന്ധകാരത്തിൽ അണ്ടുപോകും. പിന്നെ നിനക്ക് അന്ധകാരത്തിലെ നിധിയായ യേശു ക്രിസ്തുവിനെ കിട്ടുകയില്ല. അതൊരു കഥ പറയാണ്. അന്ധകാരത്തിലെ നിധികളും, അന്ധകാരത്തിലെ നിധിയെന്ന് മാത്രമല്ല, നിധി എന്ന് പറഞ്ഞാൽ നിധികളും എന്ന് പറയുന്നുണ്ട്. ആ നിധികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ യേശുവാണ് നിധി, പരിശുദ്ധാത്മാവാണ് നിധി, ദൈവവചനമാണ് നിധി. രണ്ടാമത് നമ്മുടെ കൗദാശിക തലങ്ങൾ. കൗദാശിക തലങ്ങളെ, നമ്മുടെ കുംഭസാരത്തെ, പരിശുദ്ധ കുർബാനയെ, ആരാധനകളെ, ധ്യാനങ്ങളെ, അതൊക്കെ ബലമതിക്കണം. വിവാഹം എന്നാൽ ഇന്ന് വിവാഹമാകുന്ന ആ ഇരുമ്പോടാമ്പലിൽ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, അതിൻ്റെ ഇരുമ്പോടാമ്പൽ ഒടിച്ചു. അഹങ്കാര കുർബാനകൾ മാത്രമല്ല, അഹങ്കാര വിവാഹം, അഹങ്കാര ആരാധനകൾ. ദൈവാലയത്തിനുള്ളിൽ ഏത് വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് അറിയത്തില്ലാത്ത ജനം, അത് പഠിപ്പിക്കാത്ത സഭ, അത് പഠിപ്പിക്കാത്ത മിണ്ടാത്ത മെത്രാന്മാരും വൈദികരും. അപ്പോൾ ഇരുമ്പോടാമ്പൽ അത്ര ദേവാലയങ്ങൾ അടിച്ച് തകർക്കും ദൈവം. ഇതാ ഒടിയുന്നു. എവിടെ ഒടിയുന്നു? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പോടാമ്പൽ ഒടിയുന്നു, പിച്ചള വാതിലുകൾ തകർന്നു. അല്ല, ഇരുമ്പോടാമ്പൽ ഒട്ടിക്ക് നമ്മൾ കേട്ടില്ലേ, കയർ പിടിച്ച് വലിച്ച് മെത്രാന് മുമ്പിലുള്ള ഗേറ്റ് അടിച്ച് തകർക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ട് കാണണം. അതിന് ആത്മീയ അർത്ഥമുണ്ട്, ഭൗതിക അർത്ഥമുണ്ട്. ഭൗതിക അർത്ഥം നമ്മൾ കണ്ടു. അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടു, വിശ്വ നഷ്ടപ്പെട്ടു, കുർബാന നഷ്ടപ്പെട്ടു, കുംഭസാരമില്ല, ആരാധനയില്ല. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി മനുഷ്യർ എല്ലാ ഇടവകളും രാവിലെ മുതൽ വൈകിട്ട് വരെ ആരാധന ചാപ്പലുകൾ തുറക്കുകയും നിത്യാരാധന ചോർപ്പിക്കുകയും, എല്ലാ ദേവാലയങ്ങളും കുംഭസാരവും, എല്ലാ ദേവാലയങ്ങളും ആരാധനയും, എല്ലാ ദേവാലയങ്ങളും പരിശുദ്ധ കുർബാന തെളിയിച്ചു വെച്ച് കർത്താവിൻ്റെ ആരാധനയും വചനപ്രഘോഷണമായിട്ട് കർത്താവിൻ്റെ നിത്യമായ ആരാധനയായിട്ട് മനുഷ്യൻ മെനക്കെട്ട സമയമാണ്. ലോകം അവസാനിക്കാൻ, അന്ധകാരത്തിലേക്ക് പോവുകയാണ്. ലോകം അവസാനിക്കാറായി. ലോകത്ത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ വിശ്വാസം കൊണ്ട്, വിശുദ്ധി കൊണ്ട് ശക്തിപ്പെടുന്ന സമയത്ത് അടിച്ച് തകർക്കുകയാണ്. നമ്മുടെ സഭ തകർന്നു പോവുകയാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസം? അന്ധകാരത്തിലേക്ക്. സഭ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ നാം കർത്താവ് പറയാണ്, അന്ധകാരത്തിലെ നിധികളും വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, കുദാശിയുടെ ഉപ്പായം നോക്കി നമ്മൾ നിൽക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മെത്രാന്മാർ നമ്മളെ രക്ഷിക്കും, വൈദികർ രക്ഷിക്കും, സഭ രക്ഷിക്കും. സഭയിൽ കൂടെ അങ്ങ് രക്ഷപ്പെട്ട് കയറിപ്പോകാമെന്ന് ആരും വിചാരിക്കരുത്. ആരും വിചാരിച്ചേക്കരുത്. സഭയിലൂടെ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിച്ചേക്കരുത്. സഭയെ കൂദാശകൾ നമ്മൾ സ്വീകരിച്ച് കൂദാശയിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് വരണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വെളിപാട് ഇത് പറഞ്ഞിരിക്കുക, എൻ്റെ നാമം അവൻ്റെ നെറ്റിത്തടത്തിലുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അല്ലാതെ കുറേയേറെ നാമം ഉണ്ടാക്കി തലയിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. പ്രിയസർ, വചനമായിട്ട് പഠിക്കുകയും വചനമായിട്ട് പാലിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ രക്ഷപ്പെടാൻ വിചാരിച്ചു വരുത്. പിന്നെ കർത്താവാണ്, നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശ്വരം തരും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഏതൊരു വചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോഴും, എൻ്റെ വചനം ശ്രവിച്ച കുറേ ആളുകൾ എന്നെ നേരിട്ട് വിളിച്ചും പറയാറുണ്ട്,
ബ്രദറെ, നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾ ഈ ഭൂമിയിൽ കേൾക്കാത്തതാണ്, ആർക്കും പറയാൻ പറ്റാത്ത നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങളത് ഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്കൊരു സന്തോഷവും സമാധാനം ഉണ്ടാകുന്നു. ഇത് ആ വചനത്തിനുള്ളിൽ ഇത്രയും വലിയ നിഗൂഢ രഹസ്യം ഉണ്ടായിരുന്നു. അത്ഭുതം, അത്ഭുതം, വളരെ സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. കർത്താപ്രിയസങ്ങളെ, ഇതെൻ്റെ ഭാഗത്തൊന്നുമല്ല, എനിക്കൊന്നുമില്ല. നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, നമ്മൾ സമ്പത്തില്ലാത്തവരാണ്, ഒന്നുമില്ലാത്ത ശൂന്യമായ മനുഷ്യരാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കർത്താവ് പറയാണ്. അതാണ് 2016 കർത്താവ് പേര് ചൊല്ലി വിളിച്ചവന്, എന്നെ ജോസെ എന്ന് പേര് ചൊല്ലി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു തന്ന രഹസ്യ ധനശേഖരവും അന്ധകാരത്തിലെ നിധികളും. ആ രഹസ്യ ധനശേഖരം എന്ന് പറയുന്നതാണ് ഓരോ വചനത്തെയും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വർഗം അർത്ഥമാക്കുന്ന അർത്ഥം, ഭൂമിയിലെ അർത്ഥം, സഭാതലത്തിലെ അല്ലെങ്കിൽ വചനത്തിലെ അർത്ഥം, ഇത് മൂന്നും ത്രിതല ജ്ഞാനം കർത്താവ് തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ രക്ഷിച്ചെടുക്കുവാൻ, എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, എന്നെ നിത്യജീവന് യോഗ്യമാക്കുവാൻ, എന്നെ സ്വർഗീയ അപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. ഈ ഭൂമി നശിച്ചു പോകുമ്പോഴും നശിക്കാത്ത ഒരു ശരീരത്തെ നിനക്ക് വീണ്ടും തന്ന്, നീ മരിച്ചാലും നിന്നെ ഉയർപ്പിച്ച് നിത്യപിതാവിൻ്റെ അടുത്ത് നിന്നെ ചേർക്കുമെന്ന് പറയുന്ന ആ നിഗൂഢ രഹസ്യം. അതുകൊണ്ട് കർത്താവ് പറയണം, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും. ഈ ധനമാണ്. എൻ്റെ ധനം ഏതാണ്? എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളും നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലും സന്തോഷവും സ്നേഹവും, അത് ഞാൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദം. അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അർത്ഥമാക്കിയ അർത്ഥവും ഇന്നത്തെ അർത്ഥവും അത് തമ്മിൽ മനസ്സിലാക്കി, തമ്മിൽ യോജിച്ച് കണ്ടെത്തി, ആ രഹസ്യത്തെ കണ്ടുപിടിച്ച് അത് അനുഗ്രഹിക്കാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനത്തെ ഒരുക്കുവാൻ, സഭയെ ഒരുക്കുവാൻ, ലോകത്തെ ഒരുക്കുവാൻ കർത്താവ് തന്ന രഹസ്യ ധനശേഖരമാണ്. ആ ധനശേഖരത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിന് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നിനക്ക് ഞാൻ തരും. അത് കർത്താവ് എനിക്ക് തന്നിട്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളത് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ യേശു എന്ന നാമം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. യേശു എന്ന നാമം നിൻ്റെ നെറ്റിത്തടത്തിൽ. അതാ കർത്താവ് നമ്മൾ ആ വചനം ശ്രദ്ധിച്ച് പഠിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം. വെളിപാട് പുസ്തകം 22-5 തിരുവചനം, അവരവിടുത്തെ മുഖം ദർശിക്കും, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും, ഇനി ഒരിക്കലും രാത്രി ഉണ്ടായിരിക്കില്ല. അങ്ങനെ രാത്രി അന്ധകാരം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടായിരിക്കുക, അന്ധകാരം ഉണ്ടായിരിക്കും. യേശുവിൻ്റെ നാമം നെറ്റിത്തടത്തിലുണ്ടെങ്കിൽ നമ്മളിൽ അന്ധകാരം ഉണ്ടായിരിക്കില്ല, നമ്മൾ പ്രകാശത്തിലാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ കൂടെയുള്ളപ്പോൾ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ആ പ്രകാശം കൂടെയുള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുക, എൻ്റെ കൂടെ നടന്നുകൊള്ളുക. കാരണം ഈ പ്രകാശം ലോകത്ത് ഇല്ലാതാകുന്ന സമയം വരും. ഈ പ്രകാശം ലോകത്ത് നിന്ന് മാറ്റപ്പെടും. അപ്പോൾ അന്ധകാരം നിന്നിൽ കയറി കൂടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിന്നിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അതിശക്തമായി സ്നേഹിക്കണം, അതിശക്തമായി ആരാധിക്കണം, അതിശക്തമായ മഹത്വം കർത്താവിന് കൊടുക്കണം. എപ്പോൾ എന്തിലും ഏതിലും യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊള്ളുക. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതാനും കാലഘട്ടങ്ങൾ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തെയും വിശുദ്ധിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ഇതൊക്കെ നിന്നുപോയി ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ അന്നേരം ചാടിക്കയറി നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം വരാതിരിക്കാൻ ഇപ്പോഴേ നിറച്ചു വയ്ക്കുന്ന അന്ധകാരം, ഇപ്പോൾ നിറച്ചു വയ്ക്കുന്ന വിശുദ്ധിയുടെ ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ ഒരു അന്ധകാരത്തിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. കാരണം ക്രിസ്തു വാങ്ങുന്ന വെളിച്ചം എന്നിലുണ്ടാവും. അതിന് പ്രിയ സുഹൃത്തുക്കളെ, കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തെ നിഗൂഢ രഹസ്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. അത് വ്യക്തിപരമായിട്ട്, കുടുംബപരമായിട്ട്, ഇടവപരമായിട്ട്, രൂപതാപരമായിട്ട്, സഭാപരമായിട്ട് ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നതും തകർക്കുന്നതും, അഹങ്കാരത്തിൻ്റെ പിച്ചളപാതികൾ കർത്താവ് തകർക്കുന്നതും, മല പോലെ നിൽക്കുന്ന അഹങ്കാരത്തെ കർത്താവ് തകർക്കുന്നത് എങ്ങനെയാണെന്നും ഇനി നമ്മൾ വ്യക്തമാണ്. എന്നാൽ കർത്താവ് എല്ലാ മനുഷ്യരിലും നമുക്ക് കർത്താവ് യേശുവിൻ്റെ നാമം നമുക്കറിയാം. ഒരു കാര്യം കൂടെ പറയാൻ ഓർപ്പിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമുണ്ട്, യേശു ക്രിസ്തു മെത്രാനിലുണ്ട്, അച്ഛന്മാരിലുണ്ട്, വൈദികരിലുണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന എറണാകുളം അങ്കമാലി രൂപത്തിൽ സംഭവിക്കുന്ന എന്താണ്? മെത്രാൻ്റെ നെറ്റിയിൽ യേശുവിൻ്റെ നാമമില്ല. അവിടുത്തെ കുറേ വൈദികരുടെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമില്ല. ആ കുറേ മെത്രാന്മാരുടെ ചേർന്ന് നിൽക്കുന്ന സിനഡിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ നെറ്റിത്തടത്തിലും യേശുവിൻ്റെ നാമമില്ല. എന്നാൽ ചില ജനങ്ങൾ, 2 വർഷത്ത് നിൽക്കുന്ന ജനങ്ങളുടെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതായിരിക്കും ശരി എന്ന് വിചാരിച്ച് ഈ കൂട്ടത്തിൽ നിൽക്കുന്നു, അതായിരിക്കും ശരി എന്ന് വിചാരിച്ച് ആ കൂട്ടത്തിൽ നിൽക്കുന്നു. അത് ജനത്തെ കുറ്റം പറയാം. എന്നാൽ ജനങ്ങളുടെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ട്. അതുകൊണ്ടാണ് അവർ സത്യം എവിടെ, സ്നേഹം എവിടെ, യഥാർത്ഥ ശരി എവിടെ എന്ന് വിചാരിച്ച് അവർ അന്വേഷിക്കുന്നതും കൂടെ നിൽക്കുന്നതും. ജനത്തിൻ്റെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. കാരണം ജനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. പക്ഷേ വൈദികരിൽ നല്ലൊരു ശതമാനവും മെത്രാന്മാരിൽ നല്ലൊരു ശതമാനവും ഒരു ക്രിസ്തുവിനും വിശ്വാസമില്ല. ഒരു വിശ്വാസം അവരുടെ ഏക വിശ്വാസം എങ്ങനെ പണത്തിൻ്റെ സ്രോതസ്സുകൾ എങ്ങനെ കരസ്ഥമാക്കാം, എങ്ങനെ നേതൃസ്ഥാനത്ത് നിന്ന് തിളങ്ങാം.
അത്ര മാത്രമേ ചിന്തിക്കുള്ളൂ. എന്നാൽ ക്രിസ്ത്യാനികളായ ഈ ജനങ്ങൾക്ക് പിന്നെ അജഗണങ്ങളായ അജപാലകർ, സാധാരണ ജനങ്ങൾ, ക്രിസ്ത്യാനികളുടെ സാധാരണ ജനങ്ങൾ, അതങ്ങനെ ആ വാക്കാണ് ശരി. ആ സാധാരണ ജനങ്ങൾ ക്രിസ്തുവിൽ ആഴപ്പെട്ടവരാണ്. അവരുടെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ട്. ആ നാമമുള്ളത് കൊണ്ടാണ് അവരിപ്പോഴും പിടിച്ചിരിക്കുന്നത്. അവരെ സംയമനം പാലിക്കുന്നതും അതുകൊണ്ടാണ്. ജനങ്ങൾ നല്ലൊരു ശതമാനം, കത്തോലിക്ക ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം, 90-95% ജനങ്ങൾ സംയമനം പാലിക്കുകയും അവർ മുട്ടെന്ന് പ്രാർത്ഥിക്കുകയും സഭയുടെയും ഈ അശുദ്ധി, മെത്രാന്മാരുടെയും ഈ അശുദ്ധി ഇതൊക്കെ മാറി സഭ രക്ഷപ്പെടുവാൻ, സഭയിൽ വിശ്വാസം വർദ്ധിക്കുവാൻ, ആരാധന വർദ്ധിക്കുവാൻ, കുമ്പസാരം വർദ്ധിക്കുവാൻ, കുർബാനകൾ അർപ്പിക്കപ്പെടാൻ, പഴയ ഒരു 25 വർഷമുള്ള സഭ പോലെ ശക്തമാകാൻ ധാരാളം ജനങ്ങൾ മുട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും യാചിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വർഗത്തിൻ്റെ തലയിൽ ഇതില്ല എന്നുള്ളത് ജനം മനസ്സിലാക്കും. എന്നാൽ ജനത്തിൻ്റെ നെറ്റിയിൽ ഇതുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്പസമയം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്, അല്പസമയം കൂടെ. എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുന്ന ഈശോ പറയുന്ന വചനമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അല്പം കൂടെയൊക്കെ യേശുവിനെ കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഒരു അവസരം നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഓടിപ്പേര് ധ്യാനം കൂടാൻ, ഓടിപ്പോയി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു കുർബാന കൂടാൻ, അല്ലെങ്കിൽ ദേവാലയം, അച്ഛന്മാരെന്നൊക്കെ പറയാൻ സംവിധാനം അത്യാവശ്യം നിലവിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ ഏതാനും മാസങ്ങൾ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഇന്ന് അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരം എന്നിലുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഒരുങ്ങുക. അതിന് ചേർന്ന വചനങ്ങളും അതിന് ചേർന്ന നിഗൂഢ രഹസ്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും സമൃദ്ധമായിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്ഞാനിയാക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നി, ആ നിധികളും ആ രഹസ്യ ധനശേഖരം നമ്മളിൽ നിലനിൽക്കാൻ നമുക്ക് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.